ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓവനിൽ ബേക്ക് ചെയ്തതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പ് ഓവനിലൊക്കെ ബേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കേക്കൊക്കെ ബാറ്റർ വെച്ചിട്ട് ബേക്ക് ചെയ്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിപ്പോഴും നമുക്ക് ഓരോ കമൻസ് ആയിട്ട് ഓരോരുത്തർക്ക് ഓരോ സംശയങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ വെക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഓവന് സാംസങ്ങിൻ്റെ കൺവെൻഷൻ ഓവനാണ്. 2016 മോഡലാണ് കേട്ടോ. ഇത് 28 ലിറ്ററിൻ്റെ. അപ്പോൾ ഈ ഒരു ഓവൻ ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു, 6ാമത്തെ വർഷമാണ് കേട്ടോ. അപ്പോൾ 5 വർഷം ഉപയോഗിച്ചതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കൺവെൻഷൻ ഓവനും OTG ഓവനും രണ്ടും രണ്ടാണ് കേട്ടോ. കൺവെൻഷൻ ഓവൻ എന്ന് പറഞ്ഞാൽ അതിൽ മൈക്രോവേവ് വരുന്നുണ്ട്, ഗ്രില്ലിങ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് മൈക്രോവേവിൽ വെച്ചിട്ട് ചോറ്, കറി, അങ്ങനത്തെ സംഭവങ്ങൾ എല്ലാ സംഭവങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കൺവെൻഷൻ ഓവന്. OTG ഓവൻ എന്ന് പറഞ്ഞാൽ അതിൽ ബേക്കിങ്ങും ഗ്രില്ലിങ്ങും മാത്രമേ പറ്റുള്ളൂ. അതായത് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തെടുക്കാൻ, അതുപോലെ ബേക്ക് ചെയ്തെടുക്കാൻ, കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നവർ, അതുപോലെ ഹോം ബേക്കേഴ്സൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ ഡെയിലിയൊക്കെ കേക്ക് ബേക്ക് ചെയ്യുന്നവരാണെങ്കിലൊക്കെ നമുക്ക് OTG ഓവനാണ് കേട്ടോ നല്ലത്. ഈ ഒരു ഓവനെ പറഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള എല്ലാ ആവശ്യത്തിനും കൂടിയിട്ട് വാങ്ങിയിട്ടുള്ള ഓവനാണ്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ബേക്കിംഗ് മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം എങ്കിൽ OTG ഓവനായിരിക്കും നല്ലത്. കാരണം OTGക്ക് ഇതിൻ്റെ അത്ര റേറ്റ് ഇല്ല. അതുപോലെ തന്നെ കുറച്ചും കൂടെ വലിയ സൈസൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് വലിയ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ പറ്റും, ഹോം ബേക്കേഴ്സ് ആണെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൺവെൻഷൻ ഓവനാണ് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഓവൻ്റെ കമ്പനി അനുസരിച്ചിട്ടും വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെ ടെമ്പറേച്ചറിൽ മാറ്റം വരും കേട്ടോ. നമ്മളിപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, കേക്കിൻ്റെ മുകൾ ഭാഗം കരിഞ്ഞിട്ട് ഉൾഭാഗത്ത് വേവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ ദിവസവും കമൻസ് ആയിട്ട് വരുന്ന ഒരു കമൻറ്റാണത്. അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചറിൻ്റെ പ്രശ്നമാണ്. ഓരോ ഓവൻ്റെ കമ്പനി അനുസരിച്ചിട്ടും ചിലപ്പോൾ ടെമ്പറേച്ചറിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. എന്നാലും അധികം മിക്ക ഓവനും ബേക്കിംഗ് ചെയ്യുന്നത് 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ്. ഇനി നിങ്ങളുടെ ഓവനിൽ അങ്ങനെ 180 ഡിഗ്രി സെൽഷ്യസിൽ കേക്ക് വെച്ചിട്ട് മുകൾ ഭാഗം കരിഞ്ഞ് ഉൾഭാഗം വേവാതെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെമ്പറേച്ചർ കുറച്ച് വെച്ചിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഓവൻ വാങ്ങുമ്പോൾ നമുക്കതിൻ്റെ ടെമ്പറേച്ചർ എത്രയിലാണ് കേക്ക് ബേക്ക് ചെയ്താലാണ് ശരിയാവുക എന്നൊന്നും അറിയില്ല. ആദ്യം ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഉപയോഗിച്ച് നമ്മളെ എക്സ്പീരിയൻസ് ആയി വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഓവനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം. അതായത് ഇത്ര ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മുടെ ഓവനിൽ കേക്ക് ബേക്കായി കിട്ടുക എന്ന് നമ്മൾ പഠിച്ചിരുന്നാൽ നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ നിങ്ങൾ 180 ഡിഗ്രിയിൽ വെച്ചിട്ടും കേക്കിൻ്റെ മുകൾ ഭാഗം കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ 170 ഡിഗ്രിയിൽ വെച്ച് നോക്കുക. എന്നിട്ടും കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ 160 ഡിഗ്രിയിൽ വെച്ച് നോക്കുക. അങ്ങനെ ടെമ്പറേച്ചർ മാറ്റി ചെക്ക് ചെയ്ത് നമ്മുടെ ഓവനെ കുറിച്ചിട്ട് ആദ്യം നമ്മളൊന്ന് പഠിക്കണം കേട്ടോ. പിന്നെ 28 ലിറ്ററിൻ്റെ കൺവെൻഷൻ ഓവനിൽ നമുക്കിതാ ഇതുപോലെ ഇത്ര 2 ഹൈറ്റിലുള്ള 2 ഗ്രില്ലാണ് കേട്ടോ വരുന്നത്. പിന്നെ വരുന്നത് ഇതിൽ ഗ്ലാസിൻ്റെ ഒരു പ്ലേറ്റാണ്. അപ്പോൾ ആ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ മൈക്രോവേവ് ചെയ്യുന്ന, അതായത് ചൂടാക്കാൻ. ഇപ്പോൾ നമ്മൾ ഒരു അപ്പം ചൂടാക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുട്ട് ചൂടാക്കാനാണെങ്കിൽ, ചോറ് ചൂടാക്കാനാണെങ്കിൽ, അതുപോലെ കറി വെക്കാനൊക്കെ നമ്മൾ, പിന്നെ പപ്പടം ചൂടാൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പ്ലേറ്റിൽ നമ്മൾ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു ബൗളോ പാത്രം എന്തെങ്കിലും വെച്ചിട്ടാണ് നമ്മൾ ചൂടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ എല്ലാ പാത്രങ്ങളും മൈക്രോവേവ് സേഫ് ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പൊട്ടുന്ന അത്യാവശ്യം നല്ല കട്ടിയുള്ള ഗ്ലാസിൻ്റെ ബൗളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. അല്ലാതെ നമ്മൾ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ബൗളുകളൊക്കെ വാങ്ങാൻ കിട്ടും. ഓവന് വാങ്ങുമ്പോഴും നമുക്ക് മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ബൗളുകളൊക്കെ ഈ ഒരു ഓവന് വാങ്ങിയപ്പോഴൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് നമ്മൾ കടല വറുക്കുന്നത്, ചൂടാക്കുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കുന്നത്. അതുപോലെ അത്യാവശ്യം കട്ടിയുള്ള പൊട്ടുന്ന പ്ലേറ്റൊക്കെ ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ടും നമുക്ക് ചോറൊക്കെ ചൂടാക്കിയെടുക്കാം. പിന്നെ നമ്മുടെ ഓവന് മൈക്രോവേവിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രില്ല് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ബൗളുകളൊക്കെ വെക്കാൻ. ഈ ഗ്രില്ല് ആവശ്യം വരില്ല. അപ്പോൾ ഈ ഗ്രില്ലിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഗ്രില്ലിൻ്റെ മെയിൻ ആവശ്യം ബേക്കിംഗ് തന്നെയാണ്. അപ്പോൾ 2 ഗ്രില്ലിലും നമുക്ക് ബേക്കിങ്ങിൻ്റെ ആവശ്യമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ 2 ഗ്രില്ലിലും ബേക്കിംഗ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഈ ഒരു ഹൈറ്റ് കുറഞ്ഞ ഗ്രില്ലിലും ബേക്ക് ചെയ്യുന്നതും, അതുപോലെ എന്തൊക്കെ ഹൈറ്റാണ് നമ്മൾ ഹൈറ്റ് കൂടിയിട്ടുള്ള ഗ്രില്ലിൽ ബേക്ക് ചെയ്യുന്നതും കൂടെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ മൈക്രോവേവിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടാക്കാനുള്ള ആവശ്യങ്ങളാണെങ്കിൽ ഈ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ നമുക്ക് മൈക്രോവേവ് ഓണാക്കിയിട്ട് ചൂടാക്കിയെടുത്താൽ മതി.
അപ്പോൾ ആദ്യം നമുക്ക് ഓവൻ്റെ പ്ലഗ് കുത്തിയിട്ട് സ്വിച്ച് ഓൺ ചെയ്യാം. പിന്നെ നമ്മൾ എപ്പോഴും ഉപയോഗം കഴിഞ്ഞാൽ ഇത് പ്ലഗിൽ നിന്ന് ഊരി വെക്കണം കേട്ടോ. അതാണ് നമ്മുടെ ഓവന് ഏറ്റവും സേഫ്. അപ്പോൾ അതാ പ്ലഗ് കുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഓവനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ലൈറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ളതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവൻ ബേക്കിംഗ് ചെയ്യുന്നത് ഇതിൽ കൺവെക്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ കൺവെക്ഷന് സെറ്റ് ചെയ്യുക, കൺവെക്ഷന് പ്രസ് ചെയ്യുക. ഇത് ടച്ച് ഓവൻ അല്ല കേട്ടോ, ഇതിന് ബട്ടൺ തന്നെയാണ് വരുന്നത്. ടച്ച് ഓവൻ ആണെങ്കിൽ ടച്ചിലായിരിക്കും. പിന്നെ ഇതിൻ്റെ ബാക്കിൽ വന്നിട്ടുള്ള, അതായത് 2016 മോഡലിലുള്ള ഓവനാണിത്. ഈ ഒരു ഓവനിൽ ബാക്കിലും ചിലപ്പോൾ സെറ്റിങ്സിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓവൻ്റെ സെറ്റിങ്സ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് കേക്ക് ബേക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീഹീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഗ്രില്ല്, അതായത് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഗ്രില്ലാണ് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഗ്രില്ല് ഇല്ലാതെയും ബേക്ക് ചെയ്തൂടെ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഗ്രില്ലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ താഴ്ഭാഗത്ത് കൂടെ നമുക്ക് ചൂട് കേക്കിൽ തട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് താഴ്ഭാഗം വൈറ്റ് കളറിൽ നിൽക്കാതെ ഇതുപോലെ കുറച്ചൊരു ബ്രൗൺ കളറിലും കൂടെ കേക്ക് വരാൻ വേണ്ടിയിട്ടാണ്, രണ്ട് ഭാഗം ഒരേ കളറിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഗ്രില്ലിൽ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബേക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അടിഭാഗം നല്ല വൈറ്റ് കളറിൽ തന്നെ നിൽക്കും. അപ്പോൾ പെട്ടെന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഗ്രില്ലിൽ വെച്ച് കൊടുക്കുക തന്നെയാവും കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ ഇതിൽ ചെറിയ ഓവനിലൊന്നും ചിലപ്പോൾ ഗ്രില്ല് ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ പ്ലേറ്റിൽ വെച്ച് കൊടുത്താൽ മതി. ചെറിയ ഓവനിൽ ചിലപ്പോൾ ടെമ്പറേച്ചറിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓവന് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ചെയ്യുക. പിന്നെ OTG ഓവനാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ചൂടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കൺവെൻഷൻ ഓവൻ എന്ന് പറഞ്ഞാൽ നമുക്കിതാ മുകളിലുള്ള കോയിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഓവൻ്റെ ഉള്ളിലേക്ക് ഞാൻ ക്യാമറ കടത്തിയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോയിലിൽ നിന്നാണ് നമുക്ക് കേക്കിലേക്ക് ചൂട് വരുന്നത്. അതായത് മുകളിൽ നിന്നാണ് ചൂട് വരുന്നത്. രണ്ട് സൈഡിൽ നിന്നും ചൂടാക്കാനുള്ള ഒരു ഓപ്ഷന് കൺവെൻഷൻ ഓവനിൽ വരുന്നില്ല, അത് OTGയിലേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കോയിൽ ചൂടായിട്ടാണ് നമ്മുടെ കേക്ക് ബേക്കായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു അതിനാണ് നമ്മൾ ഗ്രില്ലിൽ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഓവൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു ചൂട്, അതായത് 180 ഡിഗ്രി സെൽഷ്യസിലുള്ള ആ ഒരു ടെമ്പറേച്ചർ ഓവൻ്റെ മൊത്തത്തിൽ, അതായത് നമ്മുടെ കേക്കിൻ്റെ ചുറ്റുഭാഗത്തും അടിയിലും മുകളിലൊക്കെ ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രില്ലിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതാ ഗ്രില്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിതാ കൺവെൻഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ 180 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മളിതിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ടൈം കൊടുക്കാനുള്ള ആ ഒരു 0 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ ഒരു ആരോ കണ്ടല്ലോ, ആ ആരോ വെച്ചിട്ടാണ് നമ്മൾ ടൈം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ആദ്യം പ്രീഹീറ്റിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 10 മിനിറ്റ് സെലക്ട് ചെയ്യുകയാണ്. 10 മിനിറ്റ് ഈ ഒരു ആരോയിൽ ഇങ്ങനെ ബട്ടൺ ഞെക്കി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ടച്ച് ആണെങ്കിൽ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ടൈം നമുക്ക് 10 മിനിറ്റ് ആയി കിട്ടും. എന്നിട്ട് നമ്മൾ ഓവന് അടച്ചു വെച്ചിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 10 മിനിറ്റ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഓവൻ അടച്ച് വെച്ചിട്ട് ഞാനിതാ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റാർട്ട് ബട്ടൺ വരുന്നത്. പിന്നെ ഈ ഒരു ഓവന് കൺവെൻഷൻ ഓവന് എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന ഓവനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഒരു പാത്രങ്ങളൊന്നും ഇതിൽ ബേക്ക് ചെയ്യാനായിട്ട് വെക്കില്ല. ഈ ഒരു ഓവനിൽ 9 ഇഞ്ചിൻ്റെ 28 ലിറ്ററിൻ്റെ ഓവനിൽ ഒരു 9 ഇഞ്ചിൻ്റെ ടിന്ന് മാത്രമേ നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ OTGയിലാണെങ്കിൽ ഇങ്ങനെ കറങ്ങുന്നത് വരുന്നില്ല. അപ്പോൾ നമുക്ക് സൈഡൊന്നും തട്ടില്ല. അല്ലെങ്കിൽ ഈ ഒരു ഓവനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ അരികിൽ തട്ടിയിട്ട് ഇങ്ങനെ ചുറ്റി കറങ്ങി വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പാത്രങ്ങളൊന്നും ഇതിൽ വലിയ കേക്കുകളൊന്നും ബേക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിലൊരു 1.5 kg 9 ഇഞ്ചിൻ്റെ ടിന്ന്, അതായത് നമുക്ക് അതിൽ ചിലപ്പോൾ ഹൈറ്റ് കൂടിയിട്ടുള്ള ടിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 ഇഞ്ച് വരെ ബേക്ക് ചെയ്യാൻ പറ്റും. അല്ല 10, അതായത് 2 കിലോൻ്റെ കേക്ക് വരുന്നത് വരെ ബേക്ക് ചെയ്യാൻ പറ്റും. 10 ഇഞ്ചിൻ്റെ ടിന്ന് ഇതിലെന്തായാലും പോവില്ല കേട്ടോ. 28 ലിറ്ററിൻ്റെ ഇതിൻ്റെ മുകളിലുള്ള, അതായത് കുറച്ചും കൂടെ ലിറ്റർ കൂടിയിട്ടുള്ള ഓവനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലുപ്പം കൂടിയിട്ടുള്ള ഓവനിൽ അതിനേക്കായൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ അതങ്ങനെ ടൈം 0-ൽ എത്തുമ്പോൾ ഹെൻഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓവൻ ഇപ്പോൾ പ്രീഹീറ്റായി. ഈ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കേക്കിൻ്റെ മിക്സിംഗ് ഒക്കെ കഴിയും കേട്ടോ. അപ്പോൾ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം കേക്കിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റായിട്ട് അളന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഓവന് പ്രീഹീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബാറ്റർ, അപ്പോൾ ആ ഒരു പ്രീഹീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ബാറ്ററൊക്കെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ മിക്സിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിയും. അപ്പോൾ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ആക്കാതെ പെട്ടെന്ന് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അതൊരു നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഓരോ സാധനങ്ങളും നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി, എല്ലാം ചുറ്റിൽ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന ഒരു പണി അത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല.
പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കേക്ക് ബേക്ക് ചെയ്താണ് എടുക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 35 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ്, അതിൽ കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കും. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഈ ഒരു ടിന്നിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ആ ഒരു ടൈം ആയിരിക്കില്ല നിങ്ങളുടെ കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു കറക്റ്റ് അളവിലുള്ള ടിന്നല്ല യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചെറിയൊരു ടിന്നിൽ ഒരുപാട് ബാറ്ററൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ സമയം വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കേണ്ടി വരും. കുറച്ചും കൂടെ പരന്നിട്ടുള്ള ഒരു ടിന്നിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ബേക്കായിട്ട് കിട്ടും. അതിന് നമ്മൾ 30 മിനിറ്റോ 35 മിനിറ്റോ 40 മിനിറ്റോ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഒരു 25-20 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്ക് ആയി കിട്ടും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ അളവിൽ ബേക്കിങ്ങിൻ്റെ ടൈമിലും നല്ലൊരു പ്രാധാന്യമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ടിന്നിൽ മാവ് ഒഴിക്കുമ്പോൾ ബാറ്റർ പൊങ്ങി വരാനുള്ള ആ ഒരു ഗ്യാപ്പ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ടിന്നാണെന്നുണ്ടെങ്കിൽ, നിറയൊക്കെ മാവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഉയർത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഹൈറ്റ് കുറവുള്ള ടിന്നാണെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പവും വരില്ല. ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ അടുത്തുള്ള ടിന്നുകളൊക്കെ അധികം ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ടിന്നുകളാണ്. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് ബാറ്ററുള്ളൂ, അതായത് കണ്ടില്ലേ 3/4 ഭാഗത്തോളം ബാറ്ററുള്ളൂ. അപ്പോൾ ഇത്രക്ക് അളവിലല്ലെങ്കിൽ, ഇതിൽ കൂടുതൽ അളവിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഉയർത്തി കൊടുക്കണം. ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് കേക്ക് ബാറ്റർ ആ ഒരു ഗ്രില്ലിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് കൺവെക്ഷൻ സെലക്ട് ചെയ്ത് 180 ഡിഗ്രി സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല ചൂടായിട്ടിരിക്കുന്ന ഓവനാണ് കേട്ടോ. അപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ടൈമും കൂടെ വെച്ച് കൊടുക്കാം. ടൈം എന്ന് പറയുന്നത് നമ്മുടെ 30 മിനിറ്റൊക്കെ, ഒരു 35 മിനിറ്റൊക്കെ ഈ ഒരു വലുപ്പത്തിലുള്ള കേക്കിന് ആദ്യം വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ആയിട്ടില്ലെങ്കിൽ നമുക്ക് എടുത്ത് നോക്കിയാൽ, ഒന്ന് കുത്തി നോക്കിയാലൊക്കെ അറിയാൻ പറ്റുമല്ലോ കേക്ക് ബേക്കായി വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ വീണ്ടും നമുക്ക് 5-10 മിനിറ്റും കൂടെ എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ കേക്ക് ബേക്കായി വന്നതിന് ശേഷവും ഇതുപോലെ കളർ വന്നിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊരു 5 മിനിറ്റും കൂടെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ കേക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല കളറിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു താഴെ ലോ ഗ്രില്ലിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ഇനി നമ്മൾ ഹൈ ഗ്രില്ല് വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യുക, അതായത് നമ്മൾ ഹൈറ്റ് കൂടിയിട്ടുള്ള ഗ്രില്ല് വെച്ചിട്ട് നമ്മൾ ഓവനിൽ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈറ്റ് കൂടിയിട്ടുള്ള ഗ്രില്ല്. ഈ ഒരു ഗ്രില്ല് വരുന്നത് കോയിലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഹൈ ഗ്രില്ലിൽ ബേക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബിസ്ക്കറ്റ്, കുക്കീസ്, ആ കുക്കീസൊക്കെ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹൈ ഗ്രില്ല് യൂസ് ചെയ്യുന്നത്. അതായത് കോയിൽ പെട്ടെന്ന് ചൂടായിട്ട് നമ്മുടെ ബിസ്ക്കറ്റൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരണമല്ലോ. കേക്കിൻ്റെ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമല്ല കുക്കീസ്, കുറച്ച് ക്രിസ്പി ആയിട്ട് വരണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോയിലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് ബേക്ക് ചെയ്യാൻ വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഹൈ ഗ്രില്ലിൽ നമ്മൾ കുക്കീസിൻ്റെ ട്രേ വെച്ച് കൊടുത്തിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൈറ്റൊക്കെ കുറഞ്ഞിട്ടുള്ള ഒരു പരന്ന ട്രേയിൽ വേണം കേട്ടോ കുക്കീസ് വെച്ച് കൊടുക്കാൻ. അപ്പോൾ കുക്കീസ് വെച്ച് കൊടുക്കാനുള്ള ടെമ്പറേച്ചറും കൂടുതലാണ് കേട്ടോ. 200 ഡിഗ്രി സെൽഷ്യസിലാണ് കുക്കീസ് ഈ ഒരു ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിലാകുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. പിന്നെ കുക്കീസ് പറഞ്ഞാൽ പെട്ടെന്ന് ബേക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് 200 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഈ ഒരു ഓവനിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ കുക്കീസ് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാനും അതിന് ഒക്കെ ഇതിൽ തന്നെ വേറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ചിക്കൻ്റെ പീസ് ഗ്രില്ല് ചെയ്യാനും അതുപോലെ ചിക്കൻ്റെ ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനൊക്കെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഇടും. ഇപ്പോൾ തന്നെ ഒരുപാട് വീഡിയോ ലെങ്തി ആയി. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.